വയനാട് കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന മണ്ണ് നേരത്തെ ഒരു ദിവസം മഴ പെയ്തപ്പോൾ അർദ്ധരാത്രിയിൽ പോയി ഈ മണ്ണ് മുഴുവൻ ടൗൺഷിപ്പിൽ വ്യാപകമായി ഒന്നിച്ചു കൂട്ടിയിട്ടതായിരിക്കുന്ന സന്ദർഭമുണ്ട്. അവിടെയും നിർദ്ദേശം കൊടുത്തതാണ്. ആ നിർദ്ദേശത്തിലും തൃപ്തികരമായ രീതിയിലല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെയും സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതിനുള്ള മാർഗനിർദ്ദേശം കൊടുത്തത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. നിലവിൽ മീനങ്ങാടിയിലുള്ള വയനാട്ടിലെ NDRF സംഘം അവിടെ എത്തുകയായി. ഫയർ സർവീസ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂരിലുള്ള NDRF സംഘത്തോടും അവിടെ പോകാൻ പറഞ്ഞു. കൂടുതലുള്ളതായ ഏതെങ്കിലും ആളുകൾ പെട്ടോ എന്നുള്ള പരിശോധന ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് പ്രവൃത്തി നടത്തരുത് എന്നുള്ളതും അവിടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ഉണ്ടാവരുത് എന്നുള്ളതും അവിടെയുള്ള 8 കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ നിർദ്ദേശവും നേരത്തെ നൽകിയിരുന്നതാണ്. അതിൽ ഞാൻ ഇന്ന് കലക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വിവരം, ഈ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ അപകടത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കും. പൂർണ്ണമായിട്ടുള്ള വിവരം ലഭ്യമല്ല. അതുകൊണ്ട് പരിശോധന പൂർണ്ണതോതിൽ ഉണ്ടാവും.